നമ്മുടെ സമൂഹത്തിലെ കാര്യം ഇങ്ങനെ അല്ല. കാര്യം ഒരു പെൺകുട്ടീനെ വളർത്തുന്നത് സത്യം പറഞ്ഞാൽ ഒരുപാട് റെസ്ട്രിക്ഷനിൽ കൂടിയാണ്. പലപ്പോഴും ഇത്തരം ഈ പ്രസ്ഥാനങ്ങൾ ഇറക്കുന്ന ആൾക്കാർ ഈ പുസ്തകം വായിച്ചിട്ടായിരിക്കണം എന്നില്ല. ഫേസ്ബുക്കിലും മുഖമില്ലാത്ത മനുഷ്യർ വന്നിട്ട് അങ്ങനെ പലരും പറയാറുണ്ട്. ഞാൻ ഒരിക്കലും ട്രിച്ചി എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു വലിയ ക്ഷേത്രമുണ്ട്, പോയിട്ടുണ്ടാവില്ല, ഗീതമൊക്കെ പോയിട്ടുണ്ടാവും. ആ ക്ഷേത്രത്തിൻ്റെ അടുത്തുള്ള ഒരു ജ്യൂസ് കടയിൽ ഇരുന്നിട്ട് ജ്യൂസ് കുടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ജ്യൂസ് അടിക്കുന്ന അവിടെ മുഴുവൻ സ്ത്രീകളായിരുന്നു ഇതിൻ്റെ വർക്ക് ചെയ്യുന്ന എല്ലാ ആൾക്കാരും. അപ്പോൾ അവരിങ്ങനെ ജ്യൂസ് അടിച്ചുകൊണ്ടിരിക്കുന്നു. പെട്ടെന്ന് ഒരു ആംബുലൻസ് കടന്നു വന്നപ്പോൾ അതിൻ്റെ ആ നിലവിളി ശബ്ദമുണ്ടല്ലോ, കിയോ കിയോ ശബ്ദത്തോടു കൂടിയാണ് കടന്നു വരുന്നത്. അപ്പോൾ ഈ ആംബുലൻസിൻ്റെ ശബ്ദം എപ്പോൾ കേട്ട് കഴിഞ്ഞാൽ എനിക്ക് ഓർമ്മ വരിക പെട്ടെന്ന് ജഗതി ശ്രീകുമാറിൻ്റെ ഇതായിരുന്നു. കാരണം മിന്നാരം എന്ന് പറയുന്ന സിനിമയിൽ ജഗതി ശ്രീകുമാർ ഇങ്ങനെ കിടന്നിട്ട് ആ നിലവിളി ശബ്ദം ഇടൂ എന്ന് പറയുന്നൊരു സീനുണ്ട്. ഇത് ഓർമ്മ വരികയും ചിരി വരികയും ചെയ്യുമായിരുന്നു. പക്ഷെ ഞാൻ കണ്ടത് ആ ജ്യൂസ് അടിച്ചുകൊണ്ടിരുന്ന സ്ത്രീ പെട്ടെന്ന് ജ്യൂസിൻ്റെ മെഷീൻ ഓഫ് ചെയ്തിട്ട് ഒരു നിമിഷം പ്രാർത്ഥിക്കുന്നത് കണ്ടു. ആ ആംബുലൻസിൽ കടന്നുപോയ ഏതോ ഒരാൾക്ക് വേണ്ടി, ഒരു അജ്ഞാതനായ ഒരാൾക്ക് വേണ്ടി അയാൾ രക്ഷപ്പെടണേ എന്നുള്ളൊരു പ്രാർത്ഥനയാണ്. അപ്പോഴാണ് ഞാൻ ആലോചിച്ചത്, അപ്പോൾ ഞാൻ ഇത്രയും കാലം ചെയ്തതൊക്കെ ഞാനിത് കേൾക്കുമ്പോൾ ചിരിക്കുകയായിരുന്നല്ലോ തോന്നിയത്. എനിക്കെന്തുകൊണ്ട് ഇങ്ങനെ ആ മനുഷ്യൻ രക്ഷപ്പെടണമെന്നോ അല്ലെങ്കിൽ ആ മനുഷ്യനൊന്നും പറ്റരുത് എന്നും എന്തുകൊണ്ട് എനിക്ക് തോന്നിയില്ല എന്നുള്ളൊരു തിരിച്ചറിവായിരുന്നത്. ഇത് നമുക്ക് ഞാൻ പറഞ്ഞു വരുന്നത് വെച്ചാൽ യാത്രയിൽ കിട്ടുന്ന ചില ചെറിയ സംഭവങ്ങൾ പോലും നമ്മുടെ ഉള്ളിലുള്ള മനുഷ്യനെ മാറ്റി തീർക്കാൻ ഒരുപാട് സഹായിക്കാറുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഒന്നുകൂടെ നിസാറിലേക്ക് പോകുമ്പോൾ എനിക്ക് വേറെ നിസാറിൻ്റെ ഒരു പുസ്തകം വായിച്ചപ്പോൾ അത് എനിക്ക് തോന്നുന്നു പക്ഷേ ഈ ഇവിടെ കൂടിയിരിക്കുന്ന പലർക്കും അങ്ങനെ ഒരു സംഭവം ഉള്ളത് അറിയുമെന്ന് തന്നെ എനിക്കറിയില്ല. തമിഴ്നാട്ടിൽ ഒരുപാട് വലിയ സാംസ്കാരിക വൈവിധ്യങ്ങളുടെ ഒരു നാടാണ് തമിഴ്നാട്. ആ തമിഴ്നാട്ടിൽ തന്നെ ഇപ്പോൾ ഈ മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒപ്പാരി എന്ന് പറയുന്ന ഒരു പരിപാടിയുണ്ട്. അതായത് ഒരു പ്രത്യേക ദിവസം എല്ലാവരും വന്നിട്ട് ആ മരിച്ച ആളുടെ അപദാനങ്ങൾ പാടിയിട്ട് കരയാൻ വേണ്ടി അതിനുവേണ്ടി കൂലിക്കെടുത്തിട്ട് കരയുന്ന ആൾക്കാർ വരെയുണ്ട്. ആ കരച്ചിലിൻ്റെ ഒരു ഈണമുണ്ട്, ഒരു താളമുണ്ട്. അതൊരു തരം ഒരു സംസ്കാരത്തിൻ്റെ ഒരു ഭാഗമായി മാറിയ ഒരു സംഭവമാണ്. അതേപോലെ തന്നെയാണ് നിസാർ എഴുതിയിരിക്കുന്ന ഒന്നാം തലൈക്കൂത്തൽ എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. അതിനകത്ത് ഒരു ചടങ്ങിനെ പറ്റി നിസാർ പറയുന്നുണ്ട്. നിസാറിൽ തന്നെ നമുക്ക് കേൾക്കാം. അതാകുമ്പോൾ നിസാർ അത് എഴുതുന്നതിന് മുമ്പ് ഈ നിസാറെ നിങ്ങൾക്ക് അറിയുമെന്നറിയില്ല, ഒരു 12ാമത്തെ വയസ്സിൽ നാട് വിട്ടു പോയതാണ്. നാട് വിട്ടു പോയിട്ട് ഇങ്ങനെ ഈ +2 പഠിക്കുന്ന സമയത്ത് പരീക്ഷ എഴുതാൻ വയ്യാതെ നാട് വിട്ടു പോവുകയും പല സ്ഥലങ്ങളിലൂടെ അലഞ്ഞാണ് പുള്ളി ഈ ഇന്ത്യയെ കണ്ടെത്തുകയും ജീവിത പരീക്ഷയിൽ വിജയിക്കുകയും ചെയ്ത ഒരാളാണ്. അപ്പോൾ ഈ അന്ന് പോകുമ്പോൾ നിസാർ എഴുതിയ ഒരു സന്ദർഭം എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഓർമ്മയുണ്ട്. അതായത് ആ കരിമ്പ് തോട്ടത്തിൽ ഈ വെള്ളം ഇങ്ങനെ അടിക്കുന്ന ഒരു അപ്പോൾ നമ്മൾ ചില സിനിമകളിലൊക്കെ തമിഴ് സിനിമകളിലൊക്കെ കണ്ടിട്ടുണ്ടാവും വെള്ളം അടിക്കുന്ന ഒരു സീൻ. അപ്പോൾ അത് അവിടെ വെച്ച് പരിചയപ്പെട്ട ഒരാളിൽ നിന്നാണ് ഈ തലൈക്കൂത്തൽ എന്ന് പറയുന്ന ആ ചടങ്ങിലേക്ക് നിസാർ കടന്നു പോകുന്നതും അതിനെക്കുറിച്ച് കൂടുതൽ പഠനം നടത്തിയ ഒരു പുസ്തകം തന്നെ എഴുതിയതും. ആ ചടങ്ങിനെ കുറിച്ച് ഒന്ന് വിശദമായിരിക്കും. തലൈക്കൂത്തൽ ആക്ച്വലി ഇന്നും തമിഴ്നാട്ടിലെ ഉൾഗ്രാമങ്ങളിൽ നടക്കുന്ന ഒരു ആചാരമാണ്. അതായത് ഞാനും റഫീഖും 12ാം ക്ലാസ് പരീക്ഷ തോൽക്കൂ എന്നുള്ള പേടിച്ചിട്ടായിരുന്നു ഞങ്ങൾ ഓടിപ്പോയത്. അങ്ങനെ ഓടി മയിലാടുതുറൈ എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി, തമിഴ്നാട്ടിലുള്ള. അങ്ങനെ മയിലാടുതുറയിൽ ഒരു ബസ് സ്റ്റോപ്പിലായിരുന്നു ഞങ്ങളിങ്ങനെ കിടന്നുറങ്ങൽ. അപ്പം 4-5 ദിവസം കുളിക്കാതായ സമയത്തേക്ക് ഭയങ്കര ഒരു അസ്വസ്ഥത. മലയാളികളെന്ന നിലയ്ക്ക് നമുക്ക് വേറെ എന്തില്ലെങ്കിലും കുളി മസ്റ്റാണല്ലോ. അപ്പോൾ തൊട്ടപ്പുറത്തൊരു കരിമ്പൻ പാടത്തിൽ ഇങ്ങനെ വെള്ളം ഇങ്ങനെ പമ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു റഫീഖ് നോക്ക് വെള്ളം എന്ന് പറഞ്ഞു. അപ്പോൾ അതിൽ കുളിക്കാൻ ഭയങ്കര ഒരു ക്യൂരിയോസിറ്റി കാരണം ഞങ്ങൾ ആ വേലിയൊക്കെ ചാടി ആ വെള്ളത്തിൻ്റെ അടുത്തേക്ക് പോയപ്പോൾ ഒരു കുറിയൊരു മനുഷ്യൻ കുറച്ച് തടിച്ചിട്ടുള്ള അയാളിങ്ങനെ കൈ ഇങ്ങനെ എത്തിപ്പിടിച്ച് എങ്ക പോറേ. അപ്പം അണ്ണാ കുളിക്കാൻ അങ്ങനെ ചുമ്മാ ഒന്നും കുളിക്കാൻ പറ്റൂല, പൈസ വേണം എന്ന് പറഞ്ഞു. അപ്പോൾ ചോദിച്ചാൽ എത്രയാണ്? അപ്പോൾ അയാൾ 1 രൂപ തരണമെന്ന്. ഞങ്ങളിൽ ആകെ 50 പൈസ എങ്ങനെ ഉണ്ടായിരുന്നു. അതൊക്കെ കൂടി മൂപ്പർക്ക് നുള്ളിപ്പെറുക്കി കൊടുത്തിട്ട് ഞങ്ങൾ ആ വെള്ളത്തിലേക്ക് എടുത്ത് ചാടി. അതായത് ചാടുന്നത് നമ്മൾ പാമ്പിൻ്റെ പടം പൊളിയും പോലെ ഒരു ലെയർ അങ്ങ് ഒലിച്ചു പോയി. ഈ തമിഴ്നാട്ടിൻ്റെ മൊത്തം അഴുക്കും നമ്മുടെ ശരീരത്തിൽ പറ്റി പിടിച്ചിട്ടുണ്ടായിരുന്നു. അതിന് കുളിച്ച് ഭയങ്കര അർമാദിച്ച് അങ്ങ് കുളിച്ച്. ഇനി കുളിക്കാൻ പറ്റുമോ എന്ന് നമുക്ക് അറിയില്ല ജീവിതത്തിൽ. അങ്ങനത്തെ ഒരു കുളി അങ്ങ് കുളിച്ച്. അത് കഴിഞ്ഞപ്പോൾ കുളി കഴിഞ്ഞാൽ നമുക്കൊരു വിശപ്പ് വരാണ്ടല്ലോ. അപ്പോൾ ഭയങ്കര വിശപ്പ്. അപ്പോൾ നോക്കുമ്പോൾ അയാൾ അവിടെ ഇങ്ങനെ ഒരു മൂലയിൽ കനലിൽ ഇങ്ങനെ മധുരക്കിഴങ്ങ് ഇങ്ങനെ ചുട്ടോണ്ടിരിക്കുക. അപ്പോൾ ഞാൻ റഫീഖ് നോക്കും മധുരക്കിഴങ്ങ് ആ ചുടണേ. അപ്പോൾ പറഞ്ഞാൽ ചോദിച്ചു നോക്ക്. അപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെ കുളിയൊക്കെ തല വർത്തി അണ്ണാ പിന്നെ സാപ്പറൊക്കെ. അപ്പോൾ അയാൾ ഞങ്ങളുടെ അവസ്ഥ കണ്ടിട്ടാണോന്നറിയില്ല, ഒരു മധുരക്കിഴങ്ങ് പകുതി മുറിച്ചിട്ട് ഞങ്ങൾ 2 കൂടി തിന്ന് തോലടക്കം ഞങ്ങൾ അങ്ങ് കഴിച്ചു. അപ്പോൾ ഞാൻ റഫീഖ് നല്ല മനുഷ്യനാണ്, അതുകൊണ്ട് നമ്മൾ കിടക്കാനും കൂടി ഒരു ഇടം ചോദിച്ചു നോക്കിയാലോ. അപ്പോൾ പറഞ്ഞ അണ്ണാ കിടക്കറതൊക്കെ ഒരു ഇടം. അപ്പോൾ പോടാ പൈത്യക്കാരാ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അവിടുന്ന് ഓടിച്ചു. അപ്പോൾ അയാൾ അതിൻ്റെ ഇടയിൽ എന്തോന്ന് അയാളിങ്ങനെ പറയാം, ഒന്ന് വേഗം ഇവിടുന്ന് പോകണം, എനിക്ക് തലൈക്കൂത്തലിന് പോകാനുള്ളതാണ്.
ആ വാക്ക് എൻ്റെ ഉള്ളിൽ അങ്ങ് കിടന്നു. ചില വാക്കുകൾ നമ്മുടെ മനസ്സിൽ കിടക്കുമല്ലോ, തലൈക്കൂത്തൽ. അപ്പം എന്തെങ്കിലും പുതിയ വാക്ക് കിട്ടുകയാണെങ്കിൽ അതിങ്ങനെ റിപ്പീറ്റായിട്ട് പാടി റഫീഖിൻ്റെ സ്വസ്ഥത നഷ്ടപ്പെടുത്തുക എന്നുള്ള എൻ്റെ അന്നത്തെ ഒരു പ്രധാന ഹോബിയായിരുന്നു. അത് ഞാനിതിങ്ങനെ റഫീഖെ തലൈക്കൂത്തൽ തലൈക്കൂത്തൽ. അങ്ങനെ കുറേ കാലങ്ങൾക്ക് ശേഷം നാടൊക്കെ വിട്ട് പിന്നെ നാട്ടിൽ നിന്ന് പരീക്ഷയൊക്കെ കഴിഞ്ഞ് ഞാൻ തോറ്റതാട്ടോ. +2 പരീക്ഷ ഞാൻ എഴുതിയിട്ടില്ല. പിന്നെ വീട്ടിലിരുന്ന് പഠിച്ചിട്ടാണ് ഇപ്പം ഞാൻ ഈ അസിസ്റ്റന്റ് പ്രൊഫസറൊക്കെ ആയത്. അതായത് എൻ്റെ വീട്ടുകാർക്ക് ഞാൻ ഡോക്ടർ ആവണമെന്ന് വലിയ നിർബന്ധം. എനിക്കാണെങ്കിൽ ടൂറിസ്റ്റ് ഗൈഡ്, വെൽക്കം ടു ഊട്ടി, നൈസ് ടു മീറ്റ്, അതായിരുന്നു എൻ്റെ ആഗ്രഹം. അത് രണ്ടും ഭയങ്കര ക്ലാഷ്. അപ്പോൾ ഡോക്ടറായേ തീരൂ എന്നുള്ളത് കൊണ്ട് എനിക്കത് പറ്റിയില്ല. എനിക്ക് ഏറ്റവും നല്ല സ്കൂളിലാണ് സയൻസിന് അഡ്മിഷൻ വാങ്ങി തന്നത്. അവിടെ ഞാൻ +1 ഒരുവിധം തള്ളി നീക്കി. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി. ഞാൻ എപ്പോഴും പറയല്ലേ, ഈ മാത്തമാറ്റിക്സിൽ ഇൻ്റഗ്രേഷൻ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അതിന് നമ്മളൊരു വള്ളി വരയ്ക്കണം. അത് ഏത് ഭാഗത്ത് റബ്ബേ വരയ്ക്കേണ്ടത്, എടുത്താണോ വലത്താണോ എന്ന് പോലും എനിക്കറിയില്ല. അങ്ങനെയുള്ള ഞാൻ ഡോക്ടർ ആയാലും എന്തായിരിക്കും അവസ്ഥ? അപ്പോൾ ഈ സമൂഹത്തിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് സത്യം പറഞ്ഞാൽ ഞാൻ ഓടിപ്പോയത്. അങ്ങനെ ഈ ഇതൊക്കെ കഴിഞ്ഞ് പിന്നെ PG ഒക്കെ കഴിഞ്ഞ് നിൽക്കുന്ന സമയത്താണ് തലൈക്കൂത്തലിനെ കുറിച്ച് ഞാൻ അവിചാരിതമായിട്ട് കാണുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു, പഠിച്ച റബ്ബിലാനെ തമ്പുരാനെ, ഇതാണോ അപ്പോൾ അയാൾ ചെയ്യാൻ പോയത്? 2023 ഞാൻ വണ്ടി എടുത്ത് മയിലാടുതുറയിൽ പോയി. അപ്പോഴേക്കും എന്താ ഈ ഡെവലപ്മെൻ്റ് ഒക്കെ കാരണം ആ കരിമ്പുപാടം ഇല്ല, മറ്റു റെയിൽവേ സ്റ്റേഷൻ മാത്രം അവിടെ ഉണ്ട്. അവിടെ വലിയ ഹോസ്പിറ്റലും കാര്യങ്ങളൊക്കെ വന്നു. എന്നാലും വിട്ടില്ല, ഞാൻ ഈ അഹോറയെ തേടി. അഹോറ എന്നായിരുന്നു അയാളുടെ പേര്. അത് എനിക്ക് ഭയങ്കര മെമ്മറിയാണ്, പഴയ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ഓർത്തെടുക്കാൻ പറ്റും. അതിന് അഹോറ എന്ന് പറഞ്ഞ ആളെ തേടി ഞാൻ ആ ഗ്രാമം മുഴുവൻ അന്വേഷിച്ച് നടന്നു. അഹോറയെ തെരിയുമാ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഫൈനലി ഞാൻ അഹോറയെ കണ്ടെത്തി. ഞങ്ങൾ കാണുന്ന സമയത്ത് അയാൾക്ക് 40-ന് പ്രായം. ഞാൻ പോയപ്പോഴേക്കും ഏകദേശം 60 വയസ്സെങ്ങാനും ആയിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു, അണ്ണാ എന്നെ തെരിയുമാ, പിന്നെ 25 വർഷം മുന്നാടി ഉങ്ങൾ എനിക്ക് മധുരക്കിഴങ്ങ് തന്നിരിക്കുന്നതൊക്കെ. അപ്പോൾ അയാൾ വിചാരിക്കും ഇതൊക്കെ എന്താ ഈ ചെങ്ങായി എന്താ ഈ പുലമ്പണെന്നാണ് അയാൾ വിചാരിക്കുന്നത്. അതിന് ഞാൻ അയാളോട് പറഞ്ഞു ഒരു കാര്യം ചോദിക്കാം. പക്ഷെ അയാൾ എന്നെ അടുപ്പിച്ചതേ ഇല്ല. അയാൾ എന്തൊക്കെയോ പറഞ്ഞിട്ട് അയാളൊക്കെ ഫുൾ ടൈം വെള്ളത്തിലാണ്. അയാളങ്ങ് പോയി. ഞാൻ പിറ്റേ ദിവസം അവിടെ തന്നെ താമസിച്ചിട്ട് പിറ്റേ ദിവസം അയാളെ ചെന്ന് കണ്ട്, അണ്ണാ ഒരു കാര്യം ചോദിക്കാൻ, സത്യം പറയണം, നിങ്ങൾ ഈ തലൈക്കൂത്തലൊക്കെ എടുക്കുന്ന ആളല്ലേ എന്ന് ചോദിച്ചു. അത് ചോദിച്ചത് മൂപ്പര് ഭയങ്കരമായിട്ട് എന്നെ എനിക്ക് ഷൗട്ട് ചെയ്തു, ഈ ആര് എന്താ വേണ്ടത് മറ്റേ. ഞാൻ പിന്നെ അയാളുടെ കാൽമേൽ വീണു. നമുക്ക് പിന്നെ വേറെ രക്ഷയില്ലല്ലോ, വേറെ ഈ ഇതെടുക്കുന്ന ആൾക്കാരൊന്നും എനിക്കറിയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, പൊണ്ണണ്ണ ഒന്ന് പറയൂ, നിങ്ങൾ തന്നെയല്ലേ, ഞാൻ കണ്ടിട്ടുണ്ട്, നമ്മൾ മുമ്പ് കണ്ടിട്ടുണ്ട്. അതിന് ഫൈനലി അയാൾ പറഞ്ഞു, ഓക്കെ ഞാനാ എടുത്തത്, നിനക്ക് എന്താ വേണ്ടത് അതെടുത്തു. എൻ്റെ കുലം മുടിഞ്ഞു, എൻ്റെ വീട്, എൻ്റെ ഭാര്യ, എൻ്റെ മക്കൾ, 3 മക്കൾ മരിച്ചു, ഭാര്യ മരിച്ചു, അച്ഛനമ്മ മരിച്ചു, എല്ലാം നഷ്ടപ്പെട്ടു. നിങ്ങൾക്കൊക്കെ സന്തോഷമായോ എന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു, അങ്ങനെയല്ല എണ്ണ. അങ്ങനെ പറഞ്ഞിട്ട് ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്നു കേട്ടോ. അപ്പോഴാണ് ഞാൻ എൻ്റെ ഗ്രാവിറ്റി എന്താണ് ഈ തലൈക്കൂത്തൽ എന്ന് മനസ്സിലാക്കുക. അതായത് നമ്മൾ ഒരാളെ കൊല്ലുകയാണ്. അയാൾ 300 രൂപയ്ക്കാണ് ഒരാളെ കൊന്നിരുന്നത്. 44 തലൈക്കൂത്തലാണ് അഹോറ എടുത്തിട്ടുള്ളത്. 44ാമത്തെ തലൈക്കൂത്തലിന് ശേഷം പിന്നെ അയാൾ ചെയ്തിട്ടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ തലയിലേക്ക് തണുത്ത വെള്ളം ഇങ്ങനെ ധാരധാരയായി ഒഴിച്ചിട്ട്, അതായത് പുലർച്ചെ എഴുന്നേറ്റിട്ട് തലയിൽ വെള്ളം ഒഴിച്ച് കരിക്ക് വെള്ളം വെട്ടി കുടിപ്പിച്ചിട്ട് നനഞ്ഞ കമ്പിളിയിട്ട് മൂടി 3ാമത്തെ ദിവസം ഇങ്ങനെ തുറന്നു നോക്കുമ്പോൾ ആൾ മരിച്ചിട്ടുണ്ടാവും. ഇതാണ് തലൈക്കൂത്തല്. ഇത് ദയാവധം എന്നാ പറയട്ടോ, പക്ഷെ ഒട്ടും ദയ ഉണ്ടാവില്ല. നമ്മൾ നാഗർകോവിൽ ഭാഗത്തേക്ക് പോകുന്ന സമയത്ത് നല്ലെണ്ണ കുളി എന്നാ പറയാ. അതായത് ഇവിടെ തണുപ്പിച്ചിട്ടാണെങ്കിൽ അവിടെ ചൂടാക്കി കൊല്ലുക. ദേഹത്ത് മുഴുവനും എണ്ണ പുരട്ടിയിട്ട് വെയിലത്തിടുക, എന്നിട്ട് 2 ദിവസം കഴിഞ്ഞിട്ട് മറച്ചിടുക. അപ്പോഴേക്കും ആൾ മരിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇങ്ങനത്തെ ചടങ്ങുകളൊക്കെ നടക്കുന്ന ഇന്ത്യ, അതിലൂടെ പോകുന്ന സമയത്ത് നമുക്കൊന്നും വിചാരിക്കാൻ പോലും പറ്റാത്ത. അപ്പോൾ ഞാൻ ചോദിച്ചു, അപ്പോൾ ഈ വിരുദനഗർ, തേനി, ഉസ്ലാംപട്ടി ഭാഗങ്ങളിലൊക്കെ വയസ്സായ ആൾക്കാർ ഓടിപ്പോവുക വീട് വിട്ടിട്ട്, മക്കളെങ്ങാനും തലയിൽ വെള്ളം ഒഴിച്ച് കൊല്ലുമെന്ന് വിചാരിച്ചിട്ട്. ദിസ് ഇസ് എ റിയാലിറ്റി. ഇപ്പോഴും നടക്കുന്നൊരു സംഭവമാണത്. അപ്പോൾ എനിക്ക് തോന്നി ഇതിനെക്കുറിച്ച് എഴുതണം എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഈ എൻ്റെ 17ാമത്തെ വയസ്സിലെ യാത്രയിൽ കണ്ട കാഴ്ചകളാണ് സത്യം പറഞ്ഞാൽ ഞാനിങ്ങനെ വീണ്ടും ഇങ്ങനെ ഓരോ പുസ്തകങ്ങളാക്കി. എനിക്ക് എൻ്റെ വീട്ടിലാരെ അവരുടെ ചിലവിലായിരുന്നു ഞാൻ കഴിഞ്ഞുകൊണ്ടിരുന്നത്. അതുകൊണ്ട് എനിക്ക് എഴുതാൻ ഭയങ്കര പേടിയായിരുന്നു. കാരണം എഴുതുമ്പോൾ എല്ലാം തുറന്ന് എഴുതണം. ഇത് എഴുതി കഴിഞ്ഞാൽ എൻ്റെ വീട്ടിൽ എന്നെ നിർത്തലുണ്ടാവില്ല. അതുകൊണ്ട് എന്ത് ചെയ്തു, ഞാൻ സ്വന്തമായൊരു വീടൊക്കെ ആയപ്പോൾ ഞാനിത് എഴുതാൻ തുടങ്ങി. ഇനിയുണ്ട് കുറേ അൺസെൻസേർഡ് ആയിട്ട് എനിക്ക് എഴുതാനുള്ള കുറേ കാര്യങ്ങളുണ്ട്. അതൊക്കെ നമുക്ക് കാത്തിരിക്കാം. ഇനിയും പുതിയ എഴുത്തുകളിലൂടെ നമുക്ക് കാത്തിരിക്കാം. അപ്പോൾ ഇതുപോലെ തന്നെ ഈ അനുഭവം കേട്ടപ്പോഴാണ് എനിക്ക് ഓർമ്മ, ഗീതു ഇതുപോലെ തന്നെ ഒരു അനുഭവത്തെ പറ്റി പറഞ്ഞായിരുന്നു, നാഗാലാൻഡിലുള്ള അല്ലേ, ആ ഒരു അരുണാചലിലുള്ള. അതൊന്ന് ഷെയർ ചെയ്യാമോ?
അരുണാചൽ പ്രദേശ് എല്ലാവർക്കും അറിയാം. തവാങ് ഒക്കെ ഇപ്പോൾ വളരെ ഫേമസ് ആണ് എല്ലാവർക്കും. ഈ അരുണാചൽ പ്രദേശിൻ്റെ മ്യാൻമാറുമായിട്ട് ബോർഡർ ഷെയർ ചെയ്യുന്ന തിറാപ്പ് എന്ന് പറയുന്ന ഒരു റീജിയൻ ഉണ്ട്. അവിടെയുള്ള ഒരു വാങ്കോ എന്ന് പറയുന്ന ഒരു ട്രൈബൽ ആയിട്ടുള്ള ആളുകളുണ്ട്. വാങ്കോ ട്രൈബ്സ് എന്നാണ് വിളിക്കുന്നത്. നിങ്ങൾക്ക് ചിലപ്പോൾ നാഗാലാൻഡിലുള്ള കൊന്യാർക്ക് എന്ന് പറയുന്ന ഈ തല വെട്ടുന്ന കൊന്യാർക്ക് ട്രൈബുകളുണ്ടല്ലോ. ശരിക്കും ഈ തല വെട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ തൊട്ടപ്പുറം ഇപ്പുറമുള്ള ഗ്രാമങ്ങൾ തമ്മിലാണ്, അല്ലെങ്കിൽ തൊട്ടപ്പുറം ഇപ്പുറമുള്ള ട്രൈബുകൾ തമ്മിലാണ് ഈ തലവെട്ട് പരിപാടി നടക്കുന്നത്. എന്നിട്ട് ഇവർ ഇതിൻ്റെ ഒരു അഭിമാനത്തോടു കൂടി കാണിക്കാനായിട്ട് ആ എത്ര തല വെട്ടി എന്നുള്ളതാണ് അവരുടെ അഭിമാനം. അവരുടെ മാലയിൽ ഓരോ തലകൾ ഇങ്ങനെ ചാർത്തി ഇങ്ങനെ നടക്കും. അപ്പോൾ ഈ കൊന്യാർക്ക് ട്രൈബും അതുപോലെ ഈ വാങ്കോ എന്ന് പറയുന്ന ഈ ഒരു ട്രൈബും തമ്മിൽ ഇങ്ങനെ ഒരു കണക്ഷൻ ഉണ്ടെങ്കിലും ഇവർ തമ്മിൽ എപ്പോഴും അടിയാണ്. ഇവർ തമ്മിലുള്ള ഭാഷ വ്യത്യാസമാണ്, അവരുടെ ലോക്കൽ ഡയലക്ട്സ് ഒക്കെ എല്ലാം ഡിഫറെൻ്റ് ആണ് അവർ. അപ്പോൾ ഒരു വട്ടം ഞാനിങ്ങനെ വാങ്കോ എന്ന് പറയുന്ന ഈ ഒരു സ്ഥലത്തേക്ക് പോയ സമയത്ത്, കാര്യം പലതും മാപ്പിൽ തന്നെ ഇല്ല, ഇങ്ങനൊരു നാട് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്നുള്ളത് നമുക്കവിടെ അറിയാൻ പറ്റില്ല. അപ്പോൾ അരുണാചൽ പ്രദേശിൻ്റെ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് അവിടെ ഇങ്ങനെ ഒരു നാടിനെ നമുക്ക് വികസിപ്പിക്കാൻ എന്ത് ചെയ്യണം എന്നുള്ളൊരു ആശയത്തിൻ്റെ പുറത്ത് കുറച്ച് പേരെ അവിടെ വിളിക്കാം. അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ അവിടെ എത്തുന്നത്. അങ്ങനെയാണ് ഇങ്ങനൊരു നാട് അവിടെ ഉണ്ടെന്നുള്ളത് ഞാൻ തന്നെ അറിയുന്നത്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ശരിക്കും എനിക്ക് മനസ്സിലായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 100 വർഷം മുമ്പുള്ള ഇന്ത്യ, അതാണ് അവിടെ ചെല്ലുമ്പോൾ കാണാൻ പറ്റുന്നത്. അത്രയും പഴയ ആളുകൾ, എല്ലാം കൊണ്ടും, വിദ്യാഭ്യാസം കൊണ്ടാണെങ്കിലും അവരുടെ ജീവിത രീതി കൊണ്ടാണെങ്കിലും ഒക്കെ 100 വർഷം പഴയതാണ്. നമ്മളവിടെ ആ ഗ്രാമത്തിലേക്ക് ചെല്ലുമ്പോൾ ആ ഗ്രാമത്തിൻ്റെ തലവൻ എന്ന് പറയുന്നത്, പൊളിറ്റിക്കൽ പാർട്ടിക്കൊന്നും അവിടെ ഒരു റോളില്ല, രാജാവിനാണ് അവിടെ ഇപ്പോഴും റോള്. ഓരോ ഗ്രാമത്തിനും ഒരു ഗ്രാമത്തലവൻ ഉണ്ടായിരിക്കും. രാജാവ് എന്ന് തന്നെയാണ് അവരെ വിളിക്കുന്നത്. അവിടെയാണെങ്കിൽ ഇന്നും പോളിഗാമിയാണ് പ്രാക്ടീസ് ചെയ്യുന്നത്. അതായത് രാജാവിൻ്റെ വീട്ടിൽ ഞാൻ ചെല്ലുമ്പോൾ, രാജാവിൻ്റെ കൊട്ടാരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കൊട്ടാരം എന്ന് സങ്കല്പിക്കരുത്, ഒരു കുടിലാണ് കൊട്ടാരം എന്ന് പറഞ്ഞാൽ അവിടെ. അത് വളരെ വലുതാണ്. പക്ഷേ ഈ കൊട്ടാരത്തിനകത്ത് 30 മുറികളുണ്ട്. എന്തിനായിരിക്കും 30 മുറികളെന്ന് ചിന്തിക്കാം. 30 ഭാര്യമാർ ഇപ്പോഴും ഉണ്ട് അദ്ദേഹത്തിന്. അപ്പോൾ പോളിഗാമി ഇന്നും പ്രാക്ടീസ് ചെയ്യുന്ന ഞാൻ ശരിക്കും അത്ഭുതപ്പെട്ടു അവിടെ ചെന്നപ്പോൾ. ഇത് എന്താ കാണണേ, ഇവിടെ എങ്ങനെ ഈ മനുഷ്യർ ജീവിക്കുന്നേ എന്നുള്ളൊരു ഭയങ്കരമായ, ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ടും നമ്മളൊക്കെ ഈ ഒരു ലെവലിൽ ജീവിക്കുമ്പോൾ അവിടെ ഇന്നും മനുഷ്യർ ഈ പോളിഗാമി പ്രാക്ടീസ് ചെയ്ത് ഈ ഒരു സംസ്കാരം മുറുകെ പിടിച്ച് എല്ലാവരുടെയും കയ്യിൽ തോക്കാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, തോക്ക് കൊണ്ടാണ് ഒരു കൊച്ചു കുഞ്ഞു വരെ, ഒരു 6 വയസ്സ് 7 വയസ്സുള്ള കുട്ടികളുടെ കയ്യിൽ വലിയ തോക്കും കൊണ്ടാണ്. ഇന്ത്യയാണ് ഞാൻ സംസാരിക്കുന്നത്, അതാണ് ആലോചിക്കണ്ടേ. ഇന്ത്യയിലെ അരുണാചൽ പ്രദേശിലെ ഒരു ഗ്രാമത്തിൽ ഇത്രയും ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ പോലും പറ്റില്ല. അതുപോലെ ഈ വാങ്കോ ട്രൈബ്സിലുള്ള ഒരു കുട്ടി അവരുടെ ഈ മൂപ്പൻ്റെ അടുത്ത് ചെന്ന് സംസാരിക്കുകയും മൂപ്പന് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു, അവരുടെ ഭക്ഷണത്തെക്കുറിച്ചൊക്കെ അവർ പറഞ്ഞിരുന്നു. അപ്പോൾ അവിടെ ഒരു കുട്ടി വന്നിട്ട് എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു, നിങ്ങൾ വീട്ടിലേക്കൊന്ന് വരുമോ എന്ന് ചോദിച്ചു. അപ്പോൾ എനിക്ക് ഭയങ്കര പേടിയാണ്, ഇവരിനി മനുഷ്യരെയൊക്കെ തിന്നുന്ന വലിയ ആൾക്കാരാണോ അറിയാൻ പറ്റില്ലല്ലോ. അപ്പോൾ എൻ്റെ വീട്ടിലേക്കൊന്ന് വരുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ശരി ഇതാ വരുന്നു. എനിക്ക് പിന്നെ അങ്ങനെ ഒരു ലെവൽ ഓഫ് പേടി ഇല്ലാത്തതുകൊണ്ട് ബാക്കിയുള്ള കുറച്ച് ആൾക്കാർ അവിടെ നിന്നു. ഞാൻ ഈ കുട്ടിയുടെ കൂടെ അങ്ങ് പോകാൻ തീരുമാനിച്ചു. അങ്ങനെ കുറച്ച് ചെറിയ ഇടവഴി കൂടിയൊക്കെ കയറി വീട്ടിലെത്തി കഴിഞ്ഞപ്പോൾ ഈ കൊട്ടാരത്തിൻ്റേത് ആയ അത്ര വലിപ്പില്ല, ഒറ്റ മുറിയേ ഉള്ളൂ. അപ്പോൾ ചിലപ്പോൾ ഒരു ഭാര്യ ഉണ്ടാവുള്ളായിരിക്കാം. ഓക്കെ, അപ്പോൾ അവിടെ ചെല്ലുന്നു, ഒരു റൂമുള്ള ആ ഒരു കുടിലേക്ക് എത്തുന്നു. അപ്പോൾ കുടിലേക്ക് കയറുമ്പോൾ തന്നെ ഒരു തലയോട്ടിയാണ് ഇരിക്കുന്നത്. ഒരു മൃഗത്തിൻ്റെ തലയോട്ടിയാണ്, വലിയത്, ഒരു ബൈസൺ പോലത്തെ ഒരു മൃഗത്തിൻ്റെ വലിയൊരു തലയോട്ടി ഇരിക്കുന്നുണ്ട്. ഓക്കെ, തലയോട്ടി അത് നമ്മൾ കണ്ടിട്ടുണ്ട് പല സ്ഥലങ്ങളിലും, ഈ തലയോട്ടി വീടിൻ്റെ മുമ്പിൽ വെക്കുന്നത്. വീടിൻ്റെ അകത്തേക്ക് കയറിയപ്പോൾ വീടിൻ്റെ മതിൽ ഇതുപോലൊരു മതിൽ വലിയത് അലങ്കരിച്ചേക്കുന്ന മുഴുവനും തലയോട്ടികളാണ്, പല തരത്തിലുള്ള തലയോട്ടികൾ. അപ്പം ഞാനിങ്ങനെ നോക്കിയിട്ടോ, ഇതിനകത്ത് ഏതെങ്കിലും മനുഷ്യൻ്റെ ഉണ്ടോ, അതാണ് ഞാൻ ആദ്യം തന്നെ തപ്പുന്നത്. അങ്ങനെ നോക്കിയപ്പോൾ ഒരു മതിൽ മുഴുവനും പല റേഞ്ചിലുള്ള വലിപ്പം, ചെറുപ്പത്തിൽ നമുക്ക് മനസ്സിലാവാത്ത തരം മൃഗങ്ങളുടെ ഒക്കെ തലയോട്ടികൾ ഇങ്ങനെ വെച്ചിരിക്കും. അപ്പം ആദ്യം ഒന്ന് ഭയന്നു കേട്ടോ, ഇത് എന്താണ് സംഭവം, ദൈവം ഈ കൊച്ചെന്നെ വിളിച്ചോണ്ട് പോകുന്നത് ഇനി എന്നെ തട്ടാനോ വല്ല ബലി കൊടുക്കാനോ ആണോ എന്നൊന്നും അറിയത്തില്ലല്ലോ. അപ്പം ഞാൻ അവിടെ ചെന്നിട്ട് ചോദിച്ചാൽ കൊള്ളാം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ കിച്ചണിൽ ചെന്നപ്പോൾ അവരുടെ കുട്ടിയുടെ അമ്മ എന്തോ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ഞാനിങ്ങനെ ചോദിച്ചു. അപ്പോൾ ചില തലയോട്ടികൾക്ക് മനുഷ്യത്തിൻ്റെ തലയോട്ടിയായിട്ട് ഒരു ചെറിയ സാമ്യമൊക്കെ എനിക്ക് തോന്നുന്നുണ്ട്, പക്ഷെ വലിപ്പം കുറച്ച് ചെറുതാണ്. അപ്പം ഞാൻ ചോദിച്ചു, ഇതൊക്കെ ഈ തലയോട്ടികളൊക്കെ എവിടെ നിന്ന്, കാട്ടിൽ നിന്ന് കളക്ട് ചെയ്തോ? അപ്പോൾ ആംഗ്യ ഭാഷയിലാണ് ഇതൊക്കെ സംസാരിക്കുന്നത്, കാട്ടിൽ നിന്നാണോ കളക്ട് ചെയ്തതെന്നൊക്കെ. അപ്പോൾ പറഞ്ഞു അല്ലല്ല, എല്ലാം ഞങ്ങൾ തിന്നതാന്ന്. അപ്പം ഞാൻ ചോദിച്ചു, ദൈവമേ, കണ്ടത് കുരങ്ങിൻ്റെയും പല മൃഗങ്ങളുടെയും ഒക്കെ, അതായത് അവർ തിന്ന മൃഗങ്ങളുടെ എല്ലാത്തിൻ്റെയും തലയോട്ടി അവരെന്ത് ചെയ്യും,
വീട്ടിൽ പ്രദർശിപ്പിക്കും. അപ്പം ഞാൻ ആലോചിച്ച് ഇതിൻ്റെ മണമൊക്കെ അടിച്ചിട്ട് ഇവരെങ്ങനെയാണ് ദൈവമേ ഇവിടെ കിടന്നുറങ്ങുന്നത്. സോ ആ നാട് ഇത് ഒരുപാട് വർഷം മുമ്പത്തെ കാര്യമല്ല, 2-3 വർഷം മുമ്പ് പോയേക്കുന്ന കഥയാണ് ഈ പറയുന്നത്. അപ്പോൾ ഇന്നും അവിടെ എന്താണ് ഈ രീതികളാണ് തുടർന്ന് പോകുന്നത്. അപ്പം ഇങ്ങനെയുള്ള ഗ്രാമങ്ങളും ഇങ്ങനെയുള്ള മനുഷ്യരും, ഇനി അവിടെയുള്ള സ്ത്രീകളെ കുറിച്ചുകൂടി എനിക്ക് പ്രത്യേകം പറയണം. അവർക്ക് അവരുടെ റൈറ്റ് എന്താണ്, അവർ വിചാരിക്കുന്നത് ആ നാട്ടിലെ ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ മുഴുവൻ പണികളും സ്ത്രീകളാണ്. എല്ലാ പണികളും. പുരുഷന്മാരുടെ ജോലി വെറുതെ ഇരിക്കലാണ്. എന്ന് വെച്ചാൽ അവിടെ പോയാൽ നിങ്ങൾക്ക് സുഖമാണ് പുരുഷനാണെങ്കിൽ. അപ്പം ഞാനിങ്ങനെ നൈസായിട്ട് ചെന്നിട്ട് അവിടെയുള്ള ഒരു പുരുഷൻ്റെ അടുത്ത് ചോദിച്ചു, നിങ്ങൾക്ക് എന്താണ് ജോലി എന്ന് ചോദിച്ചു. അപ്പോൾ അയാൾ അവിടെ വീട്ടിൽ ആരുമില്ല. ഞാനൊരു ഉച്ച സമയത്ത് അവിടെ എത്തുന്ന സമയത്ത് വീട്ടിൽ മറ്റൊരു സ്ത്രീകളൊന്നും ഇല്ല അവിടെ. അപ്പം അവിടെ നമ്മൾ ചെല്ലുമ്പോൾ ഇൻവൈറ്റ് ചെയ്ത് അകത്ത് കയറ്റുന്നത് ആ ഒരു പുരുഷൻ, വെള്ളം വേണമെന്ന് ചോദിക്കുന്നത് പുരുഷൻ, ഞങ്ങളുടെ ഒരു സ്പെഷ്യൽ ടൈപ്പ് ഒരു ബിയർ ഉണ്ട് അത് വേണമെന്ന് ചോദിക്കുന്നതും പുരുഷൻ. അപ്പം ഞാൻ ചോദിച്ചു ഇവിടെയുള്ള ചേച്ചിമാരൊക്കെ എവിടെ എന്ന് വെച്ചപ്പോൾ എല്ലാവരും പണിക്ക് പോയേക്കാന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു പണിക്ക് പോയിക്കുന്നു, സാധാരണ തിരിച്ചാണ് നമ്മളുടെയൊക്കെ ഒരു കൾച്ചറിൽ കാണുന്നത്. അപ്പം ഞാൻ അവരോട് ചോദിച്ചു അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എന്താ പണി എന്ന് ചോദിച്ചു. അപ്പം അയാൾ പറഞ്ഞു ഞങ്ങൾ പഴയ തല വെട്ടുന്ന ആൾക്കാരാ. അപ്പം ഞാൻ ചോദിച്ചേ പഴയ തല വെട്ടുന്ന ആൾക്കാരാണ്, അതും പറഞ്ഞ് ഇപ്പോഴും ഇരിക്കുക, തല വെട്ടലൊക്കെ നിന്നിട്ട് കാലം കുറേയായി, അത് പറഞ്ഞിട്ട് ഇന്നും വീടിനകത്ത് ഞാൻ പഴയ തല വെട്ടുന്ന ആളാണ്, എൻ്റെ ബാക്കി പണികളൊക്കെ. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഒരു സ്ത്രീ നടന്നു വരിക. ഈ കാട്ടിൽ അവിടെ ഈ ജൂം കൾട്ടിവേഷനാണ്, മാറി മാറി നമ്മൾ കൃഷി ചെയ്യുന്ന ജൂം കൾട്ടിവേഷനാണ്. അവിടെ ഇവർ ഈ കൃഷി ചെയ്ത് ആ വെള്ളം കിട്ടാനും ബുദ്ധിമുട്ടുള്ള സ്ഥലം. അപ്പോൾ പുഴയിൽ പോയി വെള്ളം നിറച്ച് ഒരു 5-6 വെള്ളം പുറത്ത് ഒരു വലിയൊരു കൊട്ടയുടെ ഉള്ളിൽ നിറച്ച് അത് ചുമന്ന് മേളിൽ കൊണ്ടുവരികയാണ് ഒരു സ്ത്രീ. അത്രയും പണിയെടുത്തിട്ടും അവർ വിചാരിക്കുന്നത് അവരുടെ കിട്ടുന്നതാണ് അവരുടെ ഏറ്റവും വലിയ സ്വാതന്ത്ര്യത്തിലാണ് അവർ. അപ്പോൾ ഞാൻ ചിലപ്പോൾ ആലോചിക്കും, നമ്മളിവിടെ പറയില്ല ഇന്ന് സ്ത്രീകൾ ഒരുപാട് പുരോഗമിച്ചു, ഒരുപാട് റൈറ്റ്സ് ഉണ്ട്, അതുണ്ട് ഇതുണ്ട്. നമ്മൾ അവിടെ ചെന്ന് നോക്കണം, അവർക്കൊന്നും അറിയില്ല. അവരിപ്പോഴും അവരുടെ ലൈഫ് ആ പണിയൊക്കെ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തു പോകുന്നു. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു തെറാപ്പ് എന്ന് പറയുന്നത്. ഇത് ഇന്ത്യയാണ്, ഞാൻ വീണ്ടും പറയുന്നത് ഇത് ഇന്ത്യയാണ്. ഓക്കെ, ഈ ഇന്ത്യയിൽ നടക്കുന്ന സംഭവങ്ങളാണ് ഇതൊക്കെ. ഇന്ത്യയിൽ ഏതെങ്കിലും സംസ്ഥാനത്ത് ഇങ്ങനെ ഒരു ഉത്സവം ഉണ്ടോ, മരിച്ച ആൾക്കാർക്ക് പങ്കെടുക്കാൻ പറ്റുന്ന ഉത്സവം? അതൊരിക്കലും ആ ഡെസ്റ്റിനേഷൻ്റെ കാണാനുള്ള ഭംഗി കൊണ്ട് മാത്രമല്ല, അവിടെയുള്ള മനുഷ്യരുടെ ഒരു മഹത്വം കൊണ്ടും കൂടിയാണ്. അപ്പോൾ ഇത്രയും കാലം ഇത്ര പുരോഗമിച്ചിട്ട് പോലും നമ്മുടെ ഇടയിൽ പോലും ഇത്തരം ദുരാചാരങ്ങളും ഇത്തരം ജാതി ചിന്തകളും മാറുന്നില്ലെന്നുള്ളതും ഒരു വാസ്തവമാണ്.